പരാമർശം, ബോഡി ഷെയ്മിംഗ് പരാമർശം, ഒരു MLA അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പരാമർശം, അത് സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്ന ആവശ്യം സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തും. അതിനപ്പുറത്തേക്ക് അത് ഇന്ന് എങ്ങനെ സഭയിൽ വരുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. അപ്പോൾ സെയിം സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട അതേ സ്ട്രാറ്റജിയിലേക്കാണ് ഇന്ന് പ്രതിപക്ഷം വന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സ്പീക്കർ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ സ്പീക്കർ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പദപ്രയോഗം, തീർത്തും മോശമായൊരു പദപ്രയോഗം മുഖ്യമന്ത്രി നടത്തി എന്ന വിമർശനം കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്ന ഘട്ടത്തിൽ സ്പീക്കർ അതിൽ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു? സ്പീക്കർ പരസ്യമായൊരു നിലപാട് ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ബോഡി ഷെയ്മിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല സൈഫുദ്ദീൻ. കാരണം പ്രതിപക്ഷത്തിന്റെ MLA-മാർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനിടയിൽ അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കുന്നത് അതൊരു ബോഡി ഷെയ്മിംഗ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കത്ത് നൽകിയിട്ടുണ്ട്. സ്പീക്കറാണെങ്കിൽ അതിനകത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സഭയിൽ അത് പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇതിനിടയിൽ MP രാജേഷ് പറയുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആരുടെയും പേര് പറഞ്ഞില്ല എന്നൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സ്പീക്കറുടെ നിലപാട് ഇന്ന് സഭ തീരുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അത് എന്ത് നിലപാടാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. പക്ഷേ പ്രതിഷേധത്തിനിടയിൽ അവർ വിവിധ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫ്ലോറിനകത്തായിരുന്നെങ്കിൽ, സീറ്റിലായിരുന്നെങ്കിൽ ആ വിഷയം ഉയർത്തി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഈ ബഹളത്തിനിടയിൽ അത് മുങ്ങിപ്പോകുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അത് വരും സമയങ്ങളിലും സഭയിലേക്ക് ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ചോദ്യോത്തരവേള പുരോഗമിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും സഭയിൽ നടക്കുന്നുണ്ട്. സൈഫ്, സാധാരണഗതിയിൽ ഇത്തരം അൺപാർലമെന്ററി പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ, പൊളിറ്റിക്കലി കറക്റ്റഡ് അല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ, അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഒക്കെ ആ സമയം സ്പീക്കർ ഇടപെട്ട് തിരുത്തുകയോ അതിൽ സ്പീക്കറുടേതായ എന്തെങ്കിലും ഒരു പരാമർശം ഉന്നയിക്കുകയോ ചെയ്യാറുണ്ട്. ഇന്നലെ പക്ഷേ അത്രയും വ്യക്തമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ബോഡി ഷെയ്മിംഗ് പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ട് ഭരണപക്ഷ അംഗങ്ങൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടപ്പോൾ ഒരു പ്രതികരണവും സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അത് ഉയർത്തിയപ്പോൾ തന്നെ സ്പീക്കർ അതിനെ നേരിടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലത്തെ സ്പീക്കറുടെ പരാമർശത്തിനെതിരെ ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് എന്ത് നീക്കമുണ്ടാകുമെന്ന് കാത്തിരുന്നത്, പക്ഷെ അതും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്പീക്കർ ഇക്കാര്യത്തിൽ കാര്യമായ ഗൗരവതരത്തിലുള്ള എന്തെങ്കിലും ഒരു പരാമർശം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യത കുറവാണ് സൈഫുദ്ദീൻ. ഒരുപക്ഷെ അത് സഭാരേഖകളിൽ നിന്ന് പിന്നീട് നീക്കിയേക്കാം. പക്ഷെ പരസ്യമായത് ഫ്ലോറിനുള്ളിൽ സ്പീക്കർ പറയാനുള്ള സാധ്യത കുറവാണ്. ഓരോ സഭാ സമ്മേളന കാലയളവ് കഴിയുമ്പോഴും ഓരോ സഭാ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാന ദിവസം സ്പീക്കർ ഈ സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം ഒരു സംക്ഷിപ്ത രൂപം, ആ സഭാ സമ്മേളന കാലയളവിൽ ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാറുണ്ട്. അതിനൊപ്പം തന്നെ റൂളിങ്ങുകൾ ഉണ്ടെങ്കിൽ ആ റൂളിങ്ങുകൾ നൽകാറുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരത്തോടു കൂടിയേ നോക്കിക്കാണേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഇത് ഫ്ലോറിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിപ്പോയി, മുഖ്യമന്ത്രി അത് പിൻവലിക്കേണ്ടതായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള വാചകം സ്പീക്കർ എൻ ഷംസീറിന്റെ വായിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ വാവിട്ടെന്തെങ്കിലും പറയുന്ന ഒരാളല്ല. പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിങ് ആയിട്ട് വാചകങ്ങൾ പറയുന്ന, ഓരോ വാചകങ്ങളും അർത്ഥമുറിച്ച് പറയുന്ന ആളാണ്. അത് ബോധപൂർവം പറഞ്ഞതാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വാവിട്ട് ഒരു വരി പോലും, ഒരു അക്ഷരം പോലും പിണറായി വിജയന്റെ വായിൽ നിന്ന് വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അത് ഓരോ വരിയും എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നതിന് മാത്രമാണ് അദ്ദേഹം ആ വാചകങ്ങൾ ഉപയോഗിക്കുക.